ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാത വന്ദനം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്നാൽ മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വഴനത്തൊലിയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അപ്പോൾ അഭിഷേക തൈലത്തിന്റെ വിദ്യയാണ് പറഞ്ഞു കൊടുക്കുന്നത്, അവന് കൽപ്പന കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നീ അഭിഷേക തൈലം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എന്തിനാണ് ഈ അഭിഷേക തൈലം? അഭിഷേക തൈലം എന്ന് പറയുന്നത് ആലയത്തിലുള്ള സകല വസ്തുക്കളെയും ഈ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യേണ്ടിയിരുന്നു. അതായത് പിന്നത്തേതിൽ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് നീ സമാഗമന കൂടാരം, സാക്ഷ്യപെട്ടകവും, മേശ അതിന്റെ ഉപകരണങ്ങൾ, നിലവിളക്ക് അതിന്റെ ഉപകരണങ്ങൾ, ധൂപപീഠം, ഹോമയാഗപീഠം അതിന്റെ ഉപകരണങ്ങൾ, തൊട്ടിയും അതിന്റെ കാലും അഭിഷേകം ചെയ്യണം. അവ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ ശുദ്ധീകരിക്കണം. അവയെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. അപ്പോൾ അഭിഷേക തൈലം കൊണ്ട് സകലത്തെയും എന്ത് ചെയ്യുന്നു? ആലയത്തിലുള്ള സകലത്തെയും എന്തു ചെയ്യേണ്ടിയിരുന്നു? അഭിഷേകം ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ഈ അഭിഷേകം ചെയ്ത ഈ വസ്തുക്കളെ തൊടുന്നവരും വിശുദ്ധനായിരിക്കണം. അതായത് അവന്റെ മേലും ഈ അഭിഷേക തൈലം പകരപ്പെടും എന്ന് പറഞ്ഞാൽ അഹ്റോനും അവന്റെ പുത്രന്മാർക്കും മാത്രമേ ഈ അഭിഷേക തൈലം ഉപയോഗിക്കുവാനോ അല്ലെ അഭിഷേക തൈലം കൊണ്ട് ഈ ആലയത്തിലെ വസ്തുക്കളെ, ഉപകരണങ്ങളെ അഭിഷേകം ചെയ്യുവാനോ അവകാശം അല്ലെങ്കിൽ അധികാരം ഉള്ളായിരുന്നു. അതായത് മറ്റൊരുത്തൻ അത് ചെയ്താൽ അവനെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം, അല്ലെങ്കിൽ അവൻ മരിച്ചു പോകും എന്നുള്ളതായിരുന്നു പ്രമാണം. അപ്പോൾ ദൈവത്തിന്റെ വേദന നോക്കണമേ, അഭിഷേക തൈലം കൊണ്ട്, അതായത് ന്യായപ്രമാണമുള്ള കർമാരാധനയിൽ വിശുദ്ധ വസ്തുക്കളെ അഭിഷേകം ചെയ്യുവാൻ അഭിഷേക തൈലം ഉപയോഗിച്ചു. ആ അഭിഷേക തൈലം തന്നെ ഉപയോഗിച്ച് അഭിഷിക്തനായിരിക്കുന്ന ഒരു പുരോഹിതന് മാത്രം അഭിഷേകം ചെയ്യപ്പെട്ട ഉപകരണങ്ങൾ തൊടുവാൻ അവകാശമുണ്ടായിരുന്നു. അല്ലാത്തവൻ അതിൽ തൊട്ടാൽ അവൻ എന്ത് ചെയ്യണം? മരിച്ചു പോകുമായിരുന്നു എന്നുള്ള ഒരു പ്രമാണം പഴയ നിയമത്തിൽ അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, ഈ സാധനം, അതിന്റെ ഓരോ കാര്യങ്ങൾ, മൂറിനെ കുറിച്ചും സുഗന്ധ ലവംഗത്തെ കുറിച്ചും ഒലിവെണ്ണയെ കുറിച്ചും ഇതെങ്ങനെ, ഈ കൂട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അവിടെ വ്യക്തമായി കൽപ്പന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ഇത്യാദി വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ഈ തൈലം അല്ലെങ്കിൽ ഈ അഭിഷേക തൈലം, അതുകൊണ്ട് അഭിഷേകമായിരിക്കുന്ന ഒരു ഉപകരണത്തെ ഒരു അശുദ്ധൻ തൊട്ടാൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു? മരിച്ചു പോകുമായിരുന്നു. ജനത്തിൽ നിന്ന് അവനെ ഛേദിച്ചു കളയേണ്ടിയിരുന്നു എന്നായിരുന്നു കൽപ്പന. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, മർക്കോസിന്റെ മാളിക മുറിയിൽ പത്രോസും ശിഷ്യന്മാരും 120 പേരും കൂടിയിരിക്കുമ്പോൾ അഗ്നി ജാല പോലെ അവരിലേക്ക് പടർന്നിറങ്ങിയ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ആ ശരീരത്തിലോ അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കുവാനോ അശുദ്ധനായ ഒരുവൻ തുനിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ദേശത്തിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്നുള്ളൊരു പ്രമാണം അവിടെ നിൽക്കുന്നുണ്ട്. നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നീ വിശ്വസിച്ചു കൊള്ളുക. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നെ ലഭിച്ചിട്ടുണ്ട്. നീ അഭിഷിക്തനാണ് ഞാനെന്നുള്ള ആ അറിവ് നിന്നെ ഭരിച്ച് അങ്ങനെയാണ് നിന്റെ ജീവിതമെങ്കിൽ, അശുദ്ധൻ നിന്നെ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ അറിയാതെ തൊട്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യുമായിരുന്നു? ജനത്തിൽ നിന്ന് അവൻ ഛേദിക്കപ്പെടുമായിരുന്നു, അവൻ കൊല്ലപ്പെടുമായിരുന്നു. ദൈവത്തിന്റെ പ്രമാണമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ആമേൻ ലോകത്തിൽ ലഭിക്കുന്ന വഴനത്തൊലിയും അല്ലെങ്കിൽ ഒലിവെണ്ണയും അല്ലെങ്കിൽ മറ്റുള്ള വിശുദ്ധ വസ്തുക്കളും കൊണ്ട്
അയഞ്ഞ മൂരം കൊണ്ടുണ്ടാക്കപ്പെടുന്ന അഭിഷേക തൈലത്തിന് ഇത്ര വലിയൊരു ശക്തി ഉണ്ട് എങ്കിൽ ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവാം ദൈവത്താൽ അഭിഷിക്തയായിരിക്കുന്ന നീ ആരെ ഓർത്ത്, നീ ആരെ കണ്ടാണ് നീ ഭയപ്പെടുന്നത്? നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? കാരണം എന്നിലും നിന്നിലും പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ് ധൈര്യത്തിന്റെയും ശക്തിയുടെയുമാണ്. ദൈവത്തിന്റെ പൈതലെ, അഭിഷേകം ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും വേഷഭൂഷാദികളിലും എല്ലാം ആമീസൂത്രം ഒരു വെളിപ്പെടുത്തലുണ്ട്. ഞാനൊരു അഭിഷിക്തനാണ്. അഹരോനെ അഭിഷേകം ചെയ്തു, അവന്റെ പുത്രന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ ദൈവം പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നു. അതേ നിയമങ്ങൾ പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെടുന്നു. നീ ഇങ്ങനെ ആയിരിക്കണം, നീ ദൈവത്താൽ അഭിഷിക്തയായിരിക്കുന്ന ഒരു വ്യക്തി, നീ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യക്തമായ ഒരു പ്രമാണം പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയ്ക്ക് കൊടുക്കുന്നുണ്ട്. അല്ലാതെ എല്ലായിടത്തും കയറി ഇരിക്കുവാനോ എല്ലായിടത്തും പോകുവാനോ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യുവാനോ ഒന്നും നിനക്കും എനിക്കും അവകാശം ദൈവം തന്നിട്ടില്ല. അത് നമ്മൾ സ്വയം അങ്ങ് എടുക്കുകയാണ്. അങ്ങനെയല്ല ദൈവത്തിന്റെ പൈതലേ. ആരാധിക്കുന്നവരെ കളിയാക്കുന്നവർ ഇന്നും വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. അന്യഭാഷ പറയുന്നവരെ കളിയാക്കുന്നവർ ഇന്നും വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ ദൈവസന്നിധിയിൽ വലിയ അനീതിയും വലിയ തെറ്റുമാണ്, ശിക്ഷായോഗ്യമായ കാര്യമാണ്. കാരണം അഭിഷേകം ചെയ്തവൻ അഭിഷിക്തൻ. ആ അഭിഷേകം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ അന്യായമായി ദുഃഖിപ്പിക്കുക, വേദനിപ്പിക്കുക, അപമാനിക്കുക, സങ്കടപ്പെടുത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പൈതലെ, ദൈവം അങ്ങനെയുള്ളവരെ ശിക്ഷിക്കാതിരിക്കുകയില്ല. നിശ്ചയമായും ദൈവത്തിന്റെ ശിക്ഷാവിധി ഏറ്റുവാൻ. ജാതികളാമി സ്വത്രം അശുദ്ധൻ ഇങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട ഉപകരണങ്ങളെ തൊട്ടുകൂടാ എന്നുള്ള ദൈവത്തിന്റെ പ്രമാണം ഇവിടെ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലെ, ആലയത്തിന്റെ ഒരു ഉപകരണമായി നിന്നെ ദൈവം തീർത്തിരിക്കുമ്പോൾ, ആമീൻ, നിന്റെ മേൽ ആമീൻ സ്വത്രം അന്യായ ഒരു വാക്കുകൊണ്ടൊരു പ്രവൃത്തി കൊണ്ട് നിന്നെ അന്യായമായി ഭീഷണിപ്പെടുത്തിയോ ഭീതിപ്പെടുത്തിയോ നിന്നെ അപമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തി ദേശത്തുനിന്നും ഭൂമിയിൽ നിന്നും ഛേദിക്കപ്പെടുമെന്നുള്ളത് ഒരു വലിയ സത്യമായി അവിടെ നിൽക്കുകയാണ്. നമുക്കറിയാം, ബേൽഷസ്സർ രാജാവ് ആലയത്തിലെ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് തന്റെ വെപ്പാട്ടുകളുടെ മുമ്പിൽ വെച്ച് അതിൽ കുടിക്കുവാനായി, അശുദ്ധമായതിൽ പകരുവാനായി അത് എടുത്ത് തന്റെ ഡൈനിങ് ടേബിളിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ അവനെ രാജസ്ഥാനത്തു നിന്ന് നീക്കിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഓർത്തുകൊള്ളണം. നിന്നെയും എന്നെയും ആലയത്തിലെ ഓരോ ശുശ്രൂഷയ്ക്കും വേണ്ടി ദൈവം പ്രത്യേകമായി അഭിഷേക തൈലമൊഴിച്ച് അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുമ്പോൾ, അശുദ്ധൻ അഭിഷേകം ചെയ്യപ്പെട്ട ആലയത്തിലെ ഉപകരണമായിരിക്കുന്ന നിന്നെയും എന്നെയും തൊട്ടാൽ സർവശക്തനായ ദൈവത്തിന്റെ കോപം അവന്റെ മേൽ ഇറങ്ങി വരും. അതാണ് ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. അവൻ ആകാശം ചായ്ച്ചിറങ്ങി വന്നു, കെരൂബുകളെ അവൻ വാഹനമാക്കി പറന്നു, അവന്റെ കാൽ കീഴ് കൂരുകൾ ഉണ്ടായിരുന്നു. ഗ്ലോറി. സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങുമ്പോൾ ആ സീനായി പർവ്വതം മുഴുവൻ പുക്കക്കൊണ്ട് മൂടുവാന്റെ കോട്ടമായി. ആർക്കും ആരെയും കാണുവാൻ കഴിയുന്നില്ല. അതിന്റെ മിന്നൽ രൂപത്തിലാമീ സൂത്രം വലിയ പ്രകാശത്തിന്റെ വലിയ മിന്നൽ പ്രവാഹങ്ങൾ, വലിയ തോതിലുള്ള കറണ്ടുകൾ പാസ് ചെയ്യുന്നത് പോലെ സീനായുടെ മുകളിൽ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് പ്രകാശഗോളങ്ങൾ ചാഞ്ഞിറങ്ങുന്നത് ജനം കണ്ട് ഭയപ്പെടുവാൻ കൊണ്ടവിടെ. അത് കണ്ടവർ മോശയോട് വിളിച്ചു പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഇത് കാണുവാനുള്ള കരുത്തില്ല ദൈവമേ. അതുകൊണ്ട് മോശയെ, ഇനി ഇങ്ങനെയുള്ള ഒരു വെളിപ്പാട് ദൈവം ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. നീ തന്നെ ദൈവത്തിന്റെ അടുക്കൽ പോയി ദൈവം എന്താണ് പറയുന്നത് ഈ പ്രമാണങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ അത് അനുസരിപ്പാൻ സന്നദ്ധരാണ്. ദൈവത്തിന്റെ വയതിലെ ആലയത്തിലെ ഓരോ ഉപകരണങ്ങളായി ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഓരോ ഉപകരണങ്ങളായി എന്നെയും നിന്നെയും ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിരിക്കുമ്പോൾ അന്യമായി ഭീതിയും ഭയമിട്ട് നമ്മളെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളെ തകർത്തുകൊണ്ടാണ് ഈ സൂത്രം മുന്നേറിയ ഈ സൂത്രം ദൈവത്തിൽ വലിയ നന്മകൾ പ്രാപിപ്പാൻ യുവജനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കും.